ഹായ് ഗൈസ് ഹായ് ഗൈസ് ഹായ് ഗൈസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതൊരു മിറർ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. സ്കിന്നിലുണ്ടായിരുന്ന മറ്റേ റാഷസൊക്കെ പീൽ ഓഫായി പോകുന്നുണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരൊറ്റ വീഡിയോ ഇൻട്രോ കണ്ണാടി നോക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ണാടീസ് മുഴുവൻ, അതായത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീനിങ് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ വീഡിയോ എത്ര ഫാസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞ് കഥ പറഞ്ഞുതരാമെന്ന്. കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടന്നൊരു കുഞ്ഞു കാര്യം. ഇത് എത്ര പേർക്ക് റിലേറ്റബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു +2 കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനൊരു ഹോസ്റ്റലറായിട്ട് ജീവിച്ച ഒരാളാണ്. എൻ്റെ ഡിഗ്രിയും PGയും മൊത്തം ഒരു ഹോസ്റ്റലിനകത്താണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ, അതായത് ഇപ്പം നമ്മൾ വാങ്ങുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണെങ്കിലും നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളാണെങ്കിലും, ഞാൻ എൻ്റെ UGയും PGയും കേരളത്തിലല്ല കേട്ടോ പഠിച്ചത്, അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരണതെന്ന് പറഞ്ഞത്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണെങ്കിലും എന്ത് സാധനം ആയിക്കോട്ടെ, ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് കാണാണ്ടാവും. ഇതാരാ കട്ടെടുക്കണേന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ പോട്ടെ എന്ന് വെച്ചൊരു സിറ്റുവേഷനും വരെ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരാൾ നമ്മുടെ ക്ഷമ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു അറുതി വരുത്തണ്ടേ. അങ്ങനെ അതിൻ്റെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു കേട്ടോ. അതുവരെ ഞാൻ ആ കട്ടെടുത്ത ആൾ ആരാന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ മിണ്ടാണ്ടിരുന്നിട്ടുണ്ട് പല സിറ്റുവേഷനിലും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ തടഞ്ഞിട്ടുണ്ട്, നീ മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസും നമ്മുടെ ഹോസ്റ്റൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പലരും അത് അനുഭവിച്ചിട്ടും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ റൂം. ഞാൻ അന്നൊരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ പണി കഴിപ്പിക്കണം എന്ന് വിചാരിച്ച റൂം. എൻ്റെ ഒരു പൊട്ട ബുദ്ധിക്ക് അന്ന് ഞാൻ പല കളറും ചുമരിന് കൊടുത്ത് പണിതതാണ് കേട്ടോ. എനിക്കിനി ഇതൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം.